രാത്രി 11 മണിയാകാൻ പോകുന്നു. നമുക്കൊരു ഓർഡർ അയച്ചാലോ? ഈ പാതിരാത്രിയിലോ എന്ന് ചോദിക്കണ്ട. ചെറുക്കനീ മിഡ് നൈറ്റുള്ള സെറ്റപ്പായത്. എല്ലാം ചടപടേ എന്നായിക്കോട്ടെ എന്ന് പറയുന്ന പോലെ. ഇതൊരു വലിയ കഥയാണ്. വേണമെങ്കിൽ ഞാൻ ചുരുക്കി പറയാട്ടോ. പണ്ടൊരിടത്ത്, അല്ലെങ്കിൽ വേണ്ട, കഴിഞ്ഞ ആഴ്ച, അത് മതി, അതാണ് കറക്റ്റ്. കഴിഞ്ഞ ആഴ്ച നെയിം വാളറ്റിൻ്റെ ഓർഡർ ഒരെണ്ണം എനിക്ക് വന്നു. ഞാൻ പറഞ്ഞു ഞാനത് ചെയ്തിട്ടില്ല, വേറൊരാളെ കൊണ്ട് ഈ വേറൊരാളെ നമ്മൾക്ക് മിസ് എക്സ് എന്ന് വിളിക്കാം, മിസ് എക്സിനെ കൊണ്ട് ചെയ്യിച്ചിട്ടെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് കസ്റ്റമർ അങ്ങനെ ആ ഓർഡർ പ്ലേസ് ചെയ്തു. ഞാൻ എല്ലാ ഡീറ്റെയിൽസും മിസ് എക്സിന് പറഞ്ഞു കൊടുത്തു, പേയ്മെൻറ്റും അടച്ചു. ഇതിൽ നമുക്ക് ഒരു ലാഭവും കിട്ടിയില്ലെങ്കിലും നമ്മളെ തേടി വന്ന കസ്റ്റമറിനെ നിരാശപ്പെടുത്തരുതല്ലോ. കസ്റ്റമർ ഓർഡറിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കാൻ തുടങ്ങി. അവസാനം ട്രാക്കിംഗ് ഐ ഡി വരെ ചോദിച്ചു. പക്ഷേ നമ്മുടെ മിസ് എക്സ് പിന്നെ മിണ്ടാതായി. അതേ വാര്യരെ, കുട്ടി മിണ്ടുന്നില്ല. നമ്മൾ പെട്ടു, ശരിക്കും പെട്ടു. പക്ഷെ സ്റ്റാറ്റസ് ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ എന്തെങ്കിലും ടെക്നിക്കൽ എറർ മൂലം ഇങ്ങനെ എൻ്റെ മെസ്സേജസും കോൾസും മാത്രം ആയിട്ടുണ്ടാവും. നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, പാവം. ട്രാക്കിംഗ് ഐ ഡി ചോദിച്ച കസ്റ്റമർ നേരിട്ട് വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ മാഡത്തിൻ്റെ എമൗണ്ട് റീഫണ്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് കൊടുക്കാനായിരുന്നു ഈ ഓർഡറെന്നും അദ്ദേഹം അടുത്ത ദിവസം വരുമെന്നും ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം ഇനി പോയി വാങ്ങാൻ സാധിക്കില്ലെന്നും പറഞ്ഞതോടെ എനിക്കാകെ വിഷമമായി. നമ്മളെ മാത്രം വിശ്വസിച്ച് വന്ന കസ്റ്റമറിനെ പെരുവഴിയിൽ ഉപേക്ഷിച്ച് പോകാൻ എനിക്ക് പറ്റില്ല. സമയം ഏകദേശം 10 മണിയായിട്ടും മിസ് എക്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു റിപ്ലൈ പോലും കിട്ടാത്തതുകൊണ്ട് ഞാൻ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു സിമ്പിൾ ബൊക്കെ ഹാമ്പർ അങ്ങ് സെറ്റാക്കി. അതാണ് ഇത്. എങ്ങനെയുണ്ട്? പെട്ടെന്ന് സെറ്റാക്കി എടുക്കുന്നതാണ് കേട്ടോ. കുറേ മിസ്റ്റേക്കുകളുണ്ട്. അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് തിരിച്ചു വന്ന് കസ്റ്റമർ ട്രാക്കിംഗ് ഐ ഡി ഉൾപ്പെടെ നല്ലൊരു നീണ്ട മെസ്സേജ് തന്നെ അയച്ചു. നമ്മുടെ എക്സിന് കൊടുത്ത ഓർഡറും പിറ്റേ ദിവസം രാവിലെ തന്നെ കസ്റ്റമർക്ക് കിട്ടി. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏത് ചെറിയ ഓർഡറും ആവട്ടെ, ഒരാൾ വിശ്വാസത്തോടെ നമ്മളെ സമീപിക്കുമ്പോൾ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആ ഒരു ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യാതിരിക്കുക. വിശ്വാസം അതല്ലേ എല്ലാം.